നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിലെ പ്രകൃതി സൗന്ദര്യവും ഭക്ഷണവും എല്ലാം തൊട്ടറിയുക, ആസ്വദിച്ചറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും കുട്ടനാട്ടിലേക്ക് സ്വാഗതം. കുട്ടനാടിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് നമ്മൾ വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കെട്ടുവള്ളം. ഹൗസ് ബോട്ടിലൂടെയുള്ള യാത്ര എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനും കുട്ടനാടിനെ അടുത്തറിയണമെങ്കിൽ ഇതുപോലൊരു ഹൗസ് ബോട്ട് യാത്ര ചെയ്യാൻ ആവശ്യമാണ്. പല നിരക്കുകളാണ് ഉള്ളത്. ഇപ്പോൾ സീസൺ സമയമാണ്, അതുകൊണ്ട് തന്നെ നിരക്കുകളിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും രണ്ടുപേർക്ക് ഓവർനൈറ്റ് 7000 രൂപ മുതൽ സ്റ്റാർട്ടാണ്. കുട്ടനാട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഇതേപോലുള്ള ഹൗസ് ബോട്ടുകളാണ്. പമ്പയാറിലൂടെയുള്ള യാത്രയാണ് ഏവരെയും ആകർഷിക്കുന്നത്. സുഖമായി നമുക്ക് പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കണമെങ്കിൽ ഹൗസ് ബോട്ടിൽ തന്നെ യാത്ര ചെയ്യണം. നമുക്ക് കുടുംബമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഏരിയയാണിത്. TV, ഫാന്, മ്യൂസിക് സിസ്റ്റം എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഔട്ടിങ്ങിന് വേണ്ട എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൗസ് ബോട്ട് യാത്ര തുടങ്ങുന്നത് തന്നെ. ഒരുപാട് പേർക്ക് വിശാലമായി ഇരിക്കാവുന്ന ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. എൻ്റർടൈൻമെൻറ്റ് ആവശ്യമുള്ളവർക്ക് അതും ലഭ്യമാണ്. പാട്ട്, ഡാൻസ്, കഥകളി, അങ്ങനെ പലതും. ഇപ്പോൾ ഞാനുള്ളത് മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിലാണ്. ഇവിടെയും കസേരകളും സോഫയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വിശാലമായി നമുക്ക് എല്ലാവർക്കും സമ്മേളിക്കാൻ പറ്റിയ ഒരിടമാണ് മുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഹൗസ് ബോട്ടുകളിലെല്ലാം തന്നെ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഡൈനിങ്ങിൻ്റെ കൊറിഡോറിൽ തന്നെ ഇവിടെയാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വീട്ടിലെ കൂട്ട് തന്നെയുള്ള അടുക്കളയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ്റൂം മുതൽ 16 ബെഡ്റൂം വരെയുള്ള ഹൗസ് ബോട്ടുകളാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ബെഡ്റൂം എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഒരു ലക്ഷറി അപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാവിധ ഫെസിലിറ്റികളോടും കൂടിയാണ് ഇവർ നമുക്ക് ആയിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാം AC ആണ്, നോൺ AC യും ഉണ്ട് കേട്ടോ. നമ്മളുടെ പോക്കറ്റിൽ ഒതുങ്ങും വിധം എല്ലാവിധ സജ്ജീകരണങ്ങളുമാണ് ആലപ്പുഴ കുട്ടനാടിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നെപ്റ്റ്യൂൺ ബോട്ട് എന്ന ഒരു ചെറിയ ഹൗസ് ബോട്ടിലാണ്. ഇത് ഒറ്റ മുറിയുള്ള ഒരു ഹൗസ് ബോട്ടാണ്. ഹണിമൂൺ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായി സജ്ജീകരിച്ച ഒരു ബെഡ്റൂമിലാണ് ഞാൻ നിൽക്കുന്നത്. ഹണിമൂൺ കപ്പിൾസ് ഇന്ന് കയറാനുള്ളതാണ്. നോക്കൂ, എത്ര മനോഹരമായാണ് ആ ബെഡ്റൂം അലങ്കരിച്ചിരിക്കുന്നത്. ഹണിമൂൺ കപ്പിൾസിനെ വരവേൽക്കാനായിട്ട് എല്ലാവിധ ആതിഥേയ മര്യാദകളോടും കൂടി നെപ്റ്റ്യൂൺ ബോട്ട് അവരെ വരവേൽക്കാനായി തയ്യാറായി നിൽക്കുകയാണ്. 7000 മുകളിൽ ബോട്ടുകൾ ഉണ്ടായിട്ടും ഒന്നിനും വിശ്രമമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരള ടൂറിസത്തിന് വളരെ ഒരു മുതൽക്കൂട്ടാണ് ഈ കുട്ടനാട്ടിലെ ഹൗസ് ബോട്ട് എന്ന് പറയുന്നത്. കുട്ടനാട്ടിൽ പള്ളാത്തുരുത്തി പാലത്തിന് സമീപമാണ് ഹൗസ് ബോട്ടിൻ്റെ ഓഫീസുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം ബോട്ടുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. പല വിധത്തിലുള്ള ബോട്ടുകളാണ് ഇവിടെ ഉള്ളത്. ഹൗസ് ബോട്ട് കൂടാതെ ഷിക്കാരി വള്ളവും ലഭ്യമാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൗസ് ബോട്ടുകളാണ് നിരന്ന് കിടക്കുന്നത്. മുത്തൂറ്റിൻ്റെ സാന്താരി എന്ന ബുക്കിംഗ് സെൻറ്റർ സമീപത്ത് തന്നെയുണ്ട്. കൂടാതെ മറ്റനേകം ബുക്കിംഗ് സെൻറ്ററുകളുമുണ്ട്. കുട്ടനാട്ടിൽ ആയിരക്കണക്കിന് താറാവുകളെയാണ് കൃഷി ചെയ്യുന്നത്. താറാവിൻ്റെ മുട്ടയും താറാവ് ഇറച്ചിയും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഇത് കുട്ടനാടിൻ്റെ കൈനഗരി എന്ന പ്രദേശത്തിനോട്ടുള്ള എൻട്രൻസ് ആണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാലാണ് ഇവിടെയാണ് കൈനഗരി ഉള്ളത്. കൈനഗരിയിലിട്ടാണ് നമുക്കിനി പോകേണ്ടത്. കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ പോകുന്നത് എങ്ങനെ? നമുക്ക് വഞ്ചി വീട്ടിലോട്ട് കയറാം. വളരെ രുചികരമായ ഭക്ഷണങ്ങളാണ് വഞ്ചി വീട്ടിൽ വിളമ്പുന്നത്. വഞ്ചിയുടെ ആകൃതിയിലായതുകൊണ്ടാണ് വഞ്ചി വീടെന്ന് പറയുന്നത്. ഹൗസ് ബോട്ടിൻ്റെ ആകൃതിയിലുള്ള മനോഹരമായ ഒരു റെസ്റ്റോറൻ്റാണ് വഞ്ചി വീട്, ദ യുണീക്ക് റെസ്റ്റോറൻറ്റ്. വഞ്ചി വീട്ടിൽ എന്തൊക്കെ കഴിക്കാവുന്നതാണ്? റൈസ്, ചപ്പാത്തി, നേരെ നമുക്ക് ഭക്ഷണം കഴിക്കാം. വഞ്ചി വീട്ടിലെ ഷെഫ് വിനോദ് ചേട്ടനാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവം?
മീൻ കറികൾ, പിന്നെ അതുപോലെ കടലിലുണ്ട്, ആറ്റിലുണ്ട്. അതുപോലെ ചിക്കൻ്റെ ഐറ്റം, വരാൽ എല്ലാം ഉണ്ടല്ലേ. കുടിമീൻ, കരിമീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ്. കരിമീൻ ഇവിടെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം വറുത്തെടുത്തതിന് ശേഷമാണ് ഇലയിൽ വെച്ച് അതിൻ്റെ മെറ്റീരിയലൊക്കെ വെച്ച് എന്തൊക്കെയാണ് ഇടുന്നത് അതിനകത്ത്? ഇതിൽ നമ്മൾ മസാല അടിക്കും. മസാല അടിച്ചിട്ട് കരിമീൻ വറക്കും. വറുത്ത് കഴിഞ്ഞ ശേഷം മസാല കറക്കിട്ട് പുരട്ടും. പുരട്ടി എടുത്തതിന് ശേഷം അതിൻ്റെ കറിവേപ്പിലയൊക്കെ ഇട്ട് ഇതാ നമ്മുടെ ഭക്ഷണം എത്തിയിരിക്കുകയാണ്. പപ്പടമുണ്ട്, സാമ്പാർ, കൂട്ടുകറികളെല്ലാം ഉണ്ട്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുക. പിന്നെ നമുക്ക് മുന്നിലുള്ള ഒന്നും കാണാൻ സാധിക്കും. സൂപ്പർ. വഞ്ചി വീട്ടിലെ ഭക്ഷണമൊക്കെ വളരെ രുചികരമായിരുന്നു. നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും വഞ്ചി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അത്രയ്ക്ക് രുചികരമായ ഭക്ഷണമാണ് ഇവിടെ വിളമ്പുന്നത്. ബില്ല് എത്രയാണ്? 410. കുട്ടനാട്ടിലിപ്പോൾ നിലമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞ് പാടമെല്ലാം ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമൊരുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുറകെ ഒരുപാട് കൊക്കുകളുമുണ്ട്. വെള്ള നിറത്തിലുള്ള ആ കൊക്കുകളാണ്. കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങളിലെ സ്ഥിരം കാഴ്ചയാണ്. ഇപ്പോൾ വയലൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വയലൊരുക്കുന്നതിൻ്റെ തിരക്കിലാണ് ബാബുച്ചേട്ടൻ ട്രാക്ടർ ഉഴുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ബാബുച്ചേട്ടനോട് ചോദിക്കാം എന്താണ് ട്രാക്ടർ ഉഴുന്നതിലുള്ള ബുദ്ധിമുട്ടെന്ന്. ബാബുച്ചേട്ടാ, ഇത് ഉഴുമ്പോഴത്തേന് ശരീരം മുഴുവന് ചെളി വീഴും അല്ലേ? നോക്കൂ, ബാബുച്ചേട്ടൻ്റെ കാലുകളിലൊക്കെ നോക്കൂ, ശരീരത്തെല്ലാം ചെളിയാണ്. ഈ ട്രാക്ടറിൻ്റെ ഈ വീലുകളിൽ നിന്നുള്ള ചെളി എറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുഴുവൻ. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണമൊക്കെ കഴിച്ചു. ഓക്കെ. രാവിലെ തുടങ്ങിയതാണോ? രാവിലെ തുടങ്ങി എത്ര മണി വരെ വൈകുന്നേരം ജോലി ചെയ്യുന്നു? 6:30 വരെ. രാവിലെ എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്? രാവിലെ 7 മണിക്ക് തൊട്ട് വൈകുന്നേരം 6:30 വരെയാണ് ബാബുച്ചേട്ടൻ ഈ വയലിൽ ജോലി ചെയ്യുന്നത്. ഈ ചെളിയോട് മല്ലടിക്കുകയാണ് രാവിലെ തൊട്ട്. ഉണ്ണാനായിട്ട് എത്ര സമയം എടുത്തു? ഉച്ചയ്ക്ക് 1/2 മണിക്കൂർ റെസ്റ്റാണ് ഊണിനെടുത്തത്. നോക്കൂ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവർ നമ്മളെ പോറ്റുന്നത്. കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിൽ നിന്നുമാണ് ബാബുച്ചേട്ടൻ. താങ്ക് യു സോ മച്ച്. കുട്ടനാട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കള്ളും കിട്ടും. തെങ്ങിൻ്റെ ചെത്തുകള്ള് അത് കിട്ടുന്നൊരു സ്ഥലമാണ് ആറ്റുമുഖം കള്ള് ഷാപ്പ്. ഇവിടെ ഷാപ്പ് കറികളോടുകൂടിയ ഭക്ഷണവും കൊണ്ട് അവിടുത്തെ വിശേഷങ്ങൾ കൂടെ കാണാം. ആറ്റുമുഖം കള്ള് ഷാപ്പിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടം പോലെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ളതാണ്. കേരളത്തനിമയുള്ള ഷാപ്പ് കറികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിദേശികൾക്കും സ്വദേശികൾക്കുമെല്ലാം ഇപ്പം പ്രിയങ്കരം ഷാപ്പ് കറികളോടാണ്. ഇഷ്ടം പോലെ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മളെ കറി പരിചയപ്പെടുന്നത് അഭിജിത്താണ്. അഭിജിത്ത് മോനെ, ഇതെന്താ നമ്മൾ ആദ്യം ഇങ്ങേറ്റത്ത് വെച്ചിരിക്കുന്നത്? എന്താണ് ഇത്? വറ്റത്തലയാണ്. ഓക്കെ. തലക്കറി എന്ന് പറയും ഷാപ്പിൻ്റെ ഭാഷയിൽ. തലക്കറി. ഇത് നെയ്മീൻ കറിയാണ്. ഇതെന്താ? വറ്റമീനാണ്. കടലിലെ വറ്റ. ഇത് കായലിലെ മഞ്ഞക്കുരിയാണിത്. മഞ്ഞക്കുരി. എന്താണ്? വരാല് കറിയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ. ഇത് ആറ്റുപാളയാണ്. ആറ്റുപാള. ഇതെന്താണ് മോനെ? താറാവ് കുട്ടനാടൻ താറാവ് മപ്പാസാണ് ഈ കാണുന്നത്. കുട്ടനാടൻ താറാവ് മപ്പാസ്. കായൽ കൊഴുവ ഫ്രൈ. ചൂട ഫ്രൈ അല്ലെങ്കിൽ കായൽ കൊഴുവ ഫ്രൈ ആണ്. ഓക്കെ. ഇതെന്താ മോനെ? ബീഫ് ഒലത്താണിത്. കാരിയുണ്ട്. ഇതെന്താ മോനെ? പള്ളത്തിയോ? കാരി, പള്ളത്തി, ചെമ്പല്ലി, കാടയുണ്ട്. നമ്മുടെ കാടക്കോഴി. ഇതെന്താണ്? ബീഫ് റോസ്റ്റ് ആണിത്. ബീഫ് റോസ്റ്റ്. വാവ്, നല്ല മണമാണ് കേട്ടോ, നല്ല സുഗന്ധം.
ഇതെന്താ? ഇത് നമ്മൾ പോത്ത് പറയുന്നത് ഷാപ്പിൽ മാത്രം കിട്ടുന്ന റേറ്റ്. എന്താണിത്? ഇത് ബീഫ് തന്നെയാണ്, തുടയിലെ ഭാഗത്ത് ഷാപ്പുകൾ മാത്രം. തുടയല്ല, എല്ല് കറി അല്ലേ? അല്ല, തുടയെല്ലിൻ്റെ ഭാഗത്തെ ഇറച്ചിയാണ്, അത് കട്ടി കൂടുതലായിരിക്കും. തുടയെല്ലിൻ്റെ ഭാഗത്തെ ഇറച്ചിയാണിത്, കട്ടി കൂടുതലുള്ള തുടയെല്ലിൻ്റെ ഭാഗത്തെ ബീഫിൻ്റെ ഇറച്ചി. ഓക്കെ, അടുത്ത് നീരാളിയോ? കടലിലെ നീരാളി ഉണ്ട് കേട്ടോ ഇവിടെ. വേറെ എവിടെയും കിട്ടാത്തൊരു സാധനമാണ് ഇവിടെ ഉള്ളത്, കടലിലെ നീരാളി. ഓക്കെ, ഇതെന്താ മോനെ? ഇത് ചിക്കൻ, സാധാ ചിക്കൻ ഫ്രൈ അല്ലേ? ചിക്കൻ ഫ്രൈ ആണോ? ചിക്കൻ 65 ചെയ്തിട്ട് അതിൽ മസാല ചെയ്യുന്നതാണ്. 65 ചെയ്തിട്ട് അതിൽ മസാല. ഓക്കെ, ചിക്കൻ 65 ഇട്ടിട്ട് അതിൽ മസാല ചെയ്യുന്നതാണ് ഇത്. ഇതോ? ഇത് നെയ്മീൻ ഫ്രൈ. നെയ്മീൻ ഫ്രൈ ഉണ്ട്. ഇത് മീൻ മുട്ട ഇവിടുത്തെ സ്പെഷ്യലാണ്. മീൻ മുട്ടയുടെ തോരൻ അല്ലേ? മീൻ മുട്ട പീര എന്ന് പറയുന്നത്. പീര. ഇതെന്തോ? പോർക്ക്. ഇത് ബീഫ് ലിവർ. ബീഫിൻ്റെ ലിവർ ഉണ്ട് കേട്ടോ. ഓക്കെ, ചെമ്മീൻ റോസ്റ്റ് ആണിത്. ഇത് താറാവ് റോസ്റ്റ്. ഇത് കായൽ ഞണ്ട്. എന്ത് പറയുന്നത്? കമ്മട്ടി അല്ലെങ്കിൽ കായൽ ഞണ്ടാണ് ഈ കാണുന്നത്. കൂന്തലുണ്ട്. മൊരശ് പീരയാണ് ഈ കാണുന്നത്. അത് കക്കാറച്ചി ഫ്രൈ. പോർക്ക് ഫ്രൈ ആണിത്. പോർക്ക് അല്ലേ? പോർക്കിൻ്റെ ഫ്രൈ. ഇത് കടൽ ഞണ്ടാണിത്. നമ്മൾ നേരത്തെ കായൽ ഞണ്ട് കണ്ടു, അതേപോലെ തന്നെ ഇത് കടൽ ഞണ്ട്. പിന്നെ ഇത് ചേമ്പ് കാച്ചിൽ പുഴുങ്ങിയത്. മധുരക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ട്. കാച്ചിൽ, കപ്പ എല്ലാം കൂടെയുള്ള മിക്സ് ഉണ്ട്. പിന്നെ കപ്പയുണ്ട്. ഇത്രയുമാണ് ഇവിടുത്തെ വിഭവങ്ങൾ. ഏതായാലും ഓക്കെ, നമുക്ക് ആളെ കൂടെ പരിചയപ്പെടാം. ഇതെല്ലാം ഉണ്ടാക്കി ആളെ പരിചയപ്പെടാം. ആറ്റുമുഖം ഷാപ്പിലെ 100-ലേറെ വിഭവങ്ങളുണ്ടാക്കിയ താരത്തിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മാസ്റ്റർ ഷെഫ്. പേരെന്താണ്? ബിജോയ്. എത്ര വർഷമായി ഈ പാചക രംഗത്ത്? ഞാൻ 10-20 വർഷമായി. 20 വർഷമായി. ആറ്റുമുഖം ഷാപ്പിൽ വന്നിട്ട് എത്ര ആളായി? ആറ്റുമുഖം ഷാപ്പിൽ വന്നിട്ട് ഇപ്പോൾ 6 വർഷമായി. ഓക്കെ, ഞാനിവിടെ 100ഓളം എങ്ങും കാണാത്ത തരത്തിലുള്ള ഫ്രൈയും റോസ്റ്റും മപ്പാസും അതുപോലെ തന്നെ കറികളൊക്കെ കണ്ടു. ചിക്കനും ബീഫും പോർക്കും അതുപോലെ തന്നെ എല്ലാ ഫിഷ് കറികളും ഉണ്ട്. ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നു? വിവിധ രുചികളാണ്. ഇവിടെ കഴിച്ചവരോടൊക്കെ ഞാൻ ചോദിച്ചു, വളരെ രുചികരമാണ്. മറ്റുള്ള എങ്ങും കിട്ടാത്ത നീരാളി വരെയുണ്ട് ഇവിടെ. ഇതെങ്ങനെ സാധ്യമാകുന്നു? ഇത് എങ്ങനെയാണ് ഇത് പഠിച്ചത്? ഇതെന്താ പറയുക, ഞാനൊരു നിമിത്തം മാത്രമാണ്. ഓക്കെ, എത്ര വർഷമായെന്നാ പറഞ്ഞത്? 20 വർഷമായി. 20 വർഷത്തോളമായിട്ട് ഈ പാചക കലയിലുണ്ട്. എവിടെയാ വീട്? കുളങ്ങുന്ന. താങ്ക് യു. നമ്മളെല്ലാവരും കൂടിയാണ് ഇത്ര എല്ലാം ആക്കുന്നത്. എൻ്റെ മാത്രമല്ല. സുജാത, എൻ്റെ ഇതേ ഷായി ചേട്ടൻ, അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു ഇതാണ്, ഒരു കൂട്ടായ പ്രവർത്തനം. അതായത് നമ്മുടെ മാത്രമല്ല, എല്ലാവരുടെയും കൂട്ടായ്മയാണ്. ഓക്കെ, സന്തോഷം. താങ്ക് യു. കള്ളുഷാപ്പിൽ വന്നാൽ ഒരു ഗ്ലാസ് ശുദ്ധമായ കള്ള് ഇവിടുന്ന് കുടിച്ചിട്ട് പോകാം. കാരണം ഇവിടുത്തെ കള്ള് ഇവിടുത്തെ തന്നെ തെങ്ങിൽ നിന്നും ചെത്തിയതാണ്. അത് നമുക്ക് കാണാം. ഇവർ തന്നെ ചെത്തിയിട്ടാണ് നമുക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ ശുദ്ധമായ മധുരക്കള്ളാണ്. കുടിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന്. നല്ല മധുരമാണ് കേട്ടോ. ഒരു ജ്യൂസ് കൊടുക്കുന്ന പ്രതീതിയേ ഉള്ളൂ. ഇതാണ് ഇളങ്കാവ് ദേവീക്ഷേത്രം. കൈനകരിയിലെ പ്രശസ്തമായ ഇളങ്കാവ് ദേവീക്ഷേത്രം തീർത്ഥാടകരെ ആകർഷിക്കുന്നു. അതുപോലെ തന്നെ വിനോദസഞ്ചാരികളെ. കായലിലെ നടുക്കാണ്, ഒരു ചെറിയ ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു തോടിന് കുറുകെ ഉള്ള ഇരുമ്പ് പാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഈ ഇരുമ്പ് പാലത്തിനപ്പുറത്താണ് ദേവീക്ഷേത്രമുള്ളത്. ചുറ്റുപാടും കായലാണ്. എന്ത് മനോഹരമാണ്. ഇതാ നമ്മൾ കാവിനകത്തേക്ക് എത്തിക്കഴിഞ്ഞു. കോമ്പൗണ്ടിനുള്ളിലാണ് നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, എത്ര മനോഹരമാണ് നമ്മുടെ കേരളം എന്ന് തോന്നിക്കും വിധമാണ് ഓരോ പ്രദേശങ്ങളും ഞാൻ നോക്കിക്കാണുന്നത്. കുട്ടനാട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് ഇവിടെ നിന്നും വിട പറയാൻ സമയമായിരിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.